പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. परमेश्वर के नाम की महिमा हो। വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയില് ബുധനാഴ്ച ദിവസം ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നൽകിയ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. आज भी एक और बुधवार शाम परमेश्वर के समूह के एक साथ बैठकर प्रभु की स्तुति करने के लिए अवसर मिला, जिसके लिए मैं प्रभु का धन्यवाद കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് സൂമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഈ ഒരു മീറ്റിംഗിലോട്ട് ആത്മാർത്ഥമായ താല്പര്യത്തോടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തില് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. जूम के जरिए से और फेसबुक द्वारा इस मीटिंग में शामिल होने वाले प्रत्येक जनों को प्रभु यीशु मसीह के नाम से मैं अपना नमस्कार देता हूँ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലോട്ട് നമുക്ക് വരാം. मत्ती सुसमाचार 15वीं आयत में हम आए. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. उसके 1 से लेकर के 6 तक के पदों को हम पढ़ेंगे. अब यरूशलेम से कुछ फरीसी और शास्त्री यीशु के पास आकर कहने लगे, तेरे चेले पूर्वजों की परंपराओं को क्यों टालते हैं? पूर्वजों की परंपराओं को क्यों टालते हैं कि बिना हाथ धोए रोटी खाते हैं? उसने उनको उत्तर दिया, तुम भी अपनी परंपराओं के कारण क्यों परमेश्वर की आज्ञा टालते हो? क्योंकि परमेश्वर ने कहा है, अपने पिता और अपनी माता का आदर करना, और जो कोई पिता या माता को बुरा कहे वो मार डाला जाए. पर तुम कहते हो कि यदि कोई अपने पिता या माता से कहे, जो कुछ तुझे मुझसे लाभ पहुंच सकता है वो परमेश्वर को भेंट चढ़ाया जा चुका, तो वो अपने पिता का अनादर ना करे. इस प्रकार तुमने अपनी परंपरा के कारण परमेश्वर का वचन टाल दिया. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങളോ, ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഈ വേദഭാഗം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചിന്തിച്ചതാണ്, ഉപവാസ പ്രാർത്ഥന. पिछले शुक्रवार के दिन उपवास प्रार्थना के बीच इन पदों के ऊपर कुछ हमने विचार किए थे. അന്ന് അറ്റൻഡ് ചെയ്ത പലരും ഇന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ദൈവം ഇന്ന് പുതിയ ഒരു കാര്യം അതിൽ നിന്നും നമുക്ക് യഥാർത്ഥമായി മനസ്സിലാകേണ്ടത്, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതായ പുതിയതൊന്ന് ഇന്ന് ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയും പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ഇന്ന് ഇടവരും. कुछ लोग उस समय कुछ बातें सुने जरूर है, लेकिन आज कुछ नई बातें परमेश्वर हमें देना चाहते हैं. तैयारी के साथ, इंतजार के साथ प्रभु के सामने हम ठहरे. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ये पढ़ते हुए हैं हमें इन बातों को हमें मालूम चलता है. പ്രത്യേകിച്ച് 15-ന്റെ 6-ാം വാക്യത്തിന്റെ അവസാനത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. 6वीं आयत के उसके आखिरी पद में इस तरह से हम पढ़ते हैं, इस प्रकार तुमने अपनी परंपरा के कारण परमेश्वर का वचन टाल देते हो. നമ്മുടെ ജീവിതത്തില് ഈ വാക്യം എത്രത്തോളം ബാധകമാണ്, എത്രത്തോളം അന്വർത്ഥമാണ്, നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏറ്റെടുക്കുവാൻ ഉണ്ടോ എന്നാണ് ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. आज शाम को पवित्र
आत्मा हमसे यही पूछता है, यही बातें करना चाहता है कि ये वचन हमारी जिंदगी में कैसे जुड़े हैं, ये हमारे ऊपर में कैसा लागू है। നമ്മുടെ ജീവിതത്തില് നമ്മുടെ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന് ഹിതമാണോ, അത് ദൈവത്തിൻ്റെതായ ഹിതപ്രകാരമാണോ നമ്മൾ പോകുന്നത്, അതല്ല നമ്മുടേതായ മാനുഷികമായ ചില തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെതായ ട്രാക്കിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് നമുക്കിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല്, പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥമായ ഇടപെടലിനാല് വചനത്തിൽ കൂടെ നമുക്ക് നമ്മളോട് തന്നെ അവൻ സംസാരിക്കേണ്ടതും നമ്മളെ തന്നെ ശോധന ചെയ്യിക്കേണ്ടതുമായ ഒരു ദിവസമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. आज पवित्र आत्मा के जरिए से हमें इन बातों को बहुत अच्छी तरह अपने जीवन में देखना, परखना, सोचना है। ये बात पवित्र आत्मा मुझे आज शाम को बताए हैं। ഹല്ലേലൂയ. നമ്മള് എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തെ കർത്താവും രക്ഷിതാവുമായിട്ട് അവനെ യഥാർത്ഥമായി നമ്മുടെ ദൈവമായിട്ട് അംഗീകരിച്ച് അവന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത് ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അവൻ വരവിങ്കിൽ എടുക്കപ്പെടണം, അവന്റെ രാജ്യത്തില് അവന്റെ മണവാട്ടി സഭയില് ഒരു അംഗമായിരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോരുത്തരും यथार्थമായി കൈക്കൊണ്ടത്. देखिए, हम परमेश्वर के वचन को अपनाया है और जैसा वचन कहते हैं परमेश्वर के संतान हम अपने आप में परमेश्वर को समर्पण करके मुंह से अंगीकार करके बना है। और आखिर हमारा यही आशा है, विचार है कि पवित्रता में जीवन बिताए परमेश्वर के राज्य में आखिर हमारे प्रवेश हो जाए, हमारे मन की आशा है। അങ്ങനെ ഇരിക്കെ നമ്മള് യഥാർത്ഥമായ മണവാട്ടി സഭയുടെ അംഗമായിരിക്കെ യഥാർത്ഥമായി നമ്മുടെ മണവാളനായ യേശുവിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണമാണോ നമ്മുടെ സമ്പ്രദായങ്ങള്, നമ്മുടേതായ നടപ്പുകള്, നമ്മുടേതായ ഇടപാടുകള് എന്നൊക്കെ ഇന്ന് വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ശോധന കഴിക്കുവാൻ ഇടവരുന്ന ഒരു ദിവസമാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂട്ടിവെച്ചിരിക്കുന്നത്. देखिए, आज के दिन हम इसे जब मनन करेंगे तो अपने जीवन को एक बार और परमेश्वर के वचन के सामने देखेंगे, क्या वास्तव में परमेश्वर की मंडली जो कलीसिया दुल्हन है उसको जैसा इंतजार है वैसा हम उसी तरह से अपने आप को परमेश्वर के सम्मुख जीवन बिताने के लिए तैयार रखा है, या हमारी जिंदगी उसके लिए तैयार है। इस बात को सोचने का समय है। നമുക്ക് ആ ഒരു വേദഭാഗത്തിന് ആ ഒരു ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. हम इसके साथ में मनन करने के लिए पहला पत्रोस उसका 3 अध्याय के 3 और 4 पदों को पढ़ेंगे। तुम्हारा श्रृंगार दिखावटी ना हो, अर्थात बाल गूंथना और सोने के गहना या बांधी के कपड़े पहनना, परंतु तुम्हारा छिपा हुआ और गुप्त मनुष्यत्व नम्रता और मन की दीनता की अविनाशी सजावट से सुसज्जित रहे, क्योंकि परमेश्वर की दृष्टि में इसका मूल्य बड़ा है। നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയില് വിലയേറിയതാകുന്നു. ഞാൻ ഇതിന്റെ ഈ വേദഭാഗങ്ങള് ഇംഗ്ലീഷിലും കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യുവർ അഡോൺമെന്റ് മസ്റ്റ് നോട്ട് ബി മിയർലി എക്സ്റ്റേണൽ, braiding the hair and wearing gold jewelry or putting on dresses, but let it be the hidden person of the heart, with the imperishable quality of a gentle and quiet spirit, which is precious in the sight of God. Hallelujah. ഈ വേദഭാഗം
നമ്മളോട് ഇവിടെ എഴുതിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്. ഒരു മാനുഷികമായ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം, ഒരു മണവാട്ടി എങ്ങനെയായിരിക്കണമെന്ന് ലേഖനത്തിലൂടെ പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് ഉള്ള ഒരു 2 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. अब हमने यहाँ पर जो पढ़ा है वो संत पतरस जो है पति और पत्नी के संबंध में कैसा रहना है, एक दुल्हन अपने आप को कैसा सजाना है, इन सारे बातों के विषय में जो पतरस ने लिखा है उसमें से 2 पदों को हमने यहाँ पर पढ़ा है. ഈ വേദഭാഗത്തില് ഞാൻ മാനുഷികമായ ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുന്നതിനേക്കാളും ആത്മീയമായ ഒരു മണവാട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ള ആത്മീയ കാഴ്ചപ്പാടിലോട്ട് പോകുവാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. आज पवित्र आत्मा हमें इस तरह से चला रहे हैं कि हम मानसिक तौर से नहीं देखेंगे, आत्मा की तरफ से हम इन वचनों को कैसे जुड़े हुए हैं इस बात को देखेंगे. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന ഒരു പ്രസ്ഥാനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് മനുഷ്യരായ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ആ മണവാട്ടി സഭയുടെ യേശു ക്രിസ്തുവിന്റെ മാസ്റ്റർ പ്ലാനിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുവാനും ഏറ്റവും കൂടുതൽ അത് വളരെയധികം കോറിലേറ്റ് ചെയ്യാനും വേണ്ടിയാണ് വിവാഹം എന്നൊരു കാര്യം തന്നെ ദൈവം തന്നെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിലുള്ള കാര്യങ്ങള് അത് നിത്യജീവനുമായി ബന്ധപ്പെട്ടും അത് നിത്യജീവനും അല്ലെങ്കിൽ മണവാളൻ യേശുവിന്റെ സഭയുമായിട്ടുള്ള പല കാര്യങ്ങളും യഥാർത്ഥമായ അല്ലെങ്കിൽ നമ്മുടേതായ മാനുഷികമായ വിവാഹ ജീവിതത്തിനും ബന്ധപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം തന്നെ അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ്. देखिए यहाँ पर हम देखते हैं दुनिया में हम शादी ब्याह करते हैं, लेकिन परमेश्वर के वचन में इसका खास मकसद ये है जो परमेश्वर अपनी योजना कलीसिया के साथ में जो कैसा करना चाहता है उस बात को प्रकट करने के लिए एक उदाहरण के तौर पर हमें यहाँ पर पारिवारिक जीवन या शादी इत्यादि बातों को दिया गया है. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് കേവലം മാനുഷികമായ കാര്യമെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളയല്. വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുവാനുണ്ട്. അതിന്മേൽ ആത്മീയ അർത്ഥമുണ്ട്. യഥാർത്ഥമായ അവന്റെ മണവാട്ടി സഭയെ കുറിച്ച് ചില കാര്യങ്ങളും കൂടിയാണ് ഈ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. इसलिए आज जो पदों को हम यहाँ पर पढ़ा है ये केवल मानुषिक बातें ये समझकर उसे टुकड़ा ना दे, इसके अंदर में खास आत्मिक मतलब परमेश्वर आज शाम को हमें बताना चाहता है. ഹല്ലേലൂയ. നമ്മളെല്ലാം അറിയുന്നത് പോലെ, നമ്മളെല്ലാം പ്രത്യാശിക്കുന്നത് പോലെ നമ്മൾ അവന്റെ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്, അവന്റെ കന്യകകളാണ്, അവന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ജനങ്ങളാണ്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. हमें से प्रत्येक जो कलीसिया मंडली के प्रत्येक सदस्य जो हैं परमेश्वर के उस दुल्हन के रूप में दिखाया गया है. हमें से प्रत्येक प्रभु यीशु मसीह के आगमन की इंतजार वे कड़े रूप से करते रहते हैं. ഹല്ലേലൂയ. അങ്ങനെയുള്ള നമ്മളോട് ഇവിടെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ അലങ്കാരം എന്ന് പറയുന്നത് നമ്മൾ പുറമേ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വളരെയധികമായി സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പുറമേ കാണുന്നത് അല്ല, പകരം നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ വ്യക്തമായി പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. संत पतरस जो है यहाँ पर खास तौर से इस बातों को लिखा है कि हमारी सजावट जो भी है ये हमारे बाहर की बातें नहीं होना चाहिए, वरना हमारे भीतरी मनुष्यत्व के स्वभाव के बारे में जरूरी है, ये बात यहाँ पर लिखा है. ഇവിടെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുവാൻ കാരണം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ അത് വായിച്ചത്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇംപെറിഷബിൾ ക്വാളിറ്റി ഓഫ് ദ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. देखो अंग्रेजी में भी हिंदी में भी ये बात यहाँ पर लिखा हुआ है कि हमारे जो है एक अविनाशी सजावट से हमें सुसज्जित होना है, जो
जो नम्रता और मन की दीनता से यहाँ पर बताई जाती हैं, ये परमेश्वर की दृष्टि में बड़ा मूल्य भी रखा है। ഹല്ലേലൂയ. യെസ് പ്രിയ ദൈവമക്കളെ, യെസ് ഒരു കാര്യം ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. യെസ് നമ്മളില് യെസ് ദൈവം പകരുന്ന യെസ് പ്രത്യേകിച്ച് ആത്മാവിന്റെ ബലമായ സൗമ്യത, യെസ് ആത്മാവിന്റെ ബലമായ സ്നേഹം, യെസ് അതുപോലെ പ്രത്യേകിച്ച് ആത്മാവിന്റെ ഫലങ്ങള് അത് ഇംപെറിഷബിൾ ആണ്. അതൊരിക്കലും നിന്നു പോകുന്നില്ല. നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ അതെ അകത്തെ യഥാർത്ഥമായ സ്നേഹം യെസ് അതൊരു നാളും ഉതിർന്നു പോകുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. യെസ് ആമേൻ ഹല്ലേലൂയ. അതിന്റെ ഒരു പാർട്ടായ യെസ് സൗമ്യതയും സാവധാനതയും അത് ഒരിക്കലും യെസ് ആമേൻ ഹല്ലേലൂയ യെസ് അഴിഞ്ഞു പോകുന്നില്ല, അതൊരിക്കലും പെരീഷാകുന്നില്ല എന്ന് യെസ് നമുക്ക് ഇവിടെ വ്യക്തമായി മനസ്സിലാകുവാൻ സാധിക്കും. देखिए आत्मा के फल जैसा हम गलतियों में पढ़ते हैं, प्रेम हो, जैसा दीनता यहाँ पर बताया गया है, और इत्यादि बातें हैं, कभी नाश नहीं होता है, अविनाशी है, ये बात साफ बताते हैं। जब कुरिन्थियों के खत में 7 में लेकर के हम इसके अध्ययन जब करते हैं, वहां पर प्रेम के विषय में खास ये लिखा है, प्रेम कभी रुकता नहीं है। ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. പരിശുദ്ധാത്മ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. യെസ് ആമേ നമ്മുടെ പ്രവചനപരം അതിൽ നിന്ന് പോകും, ഭാഷാവരം നിന്ന് പോകും. യെസ് അങ്ങനെ യെസ് പല യെസ് ആത്മാവിന്റെ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റ് യെസ് വരങ്ങള് പലതും നിന്ന് പോയാലും യെസ് ആമേൻ ഇപ്പോൾ യെസ് ആമേൻ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സൗമ്യതയുടെ ആ ബലം യെസ് ആമേൻ സ്നേഹത്തിന്റെ ബലം അതൊക്കെ യെസ് ആമേൻ നമ്മൾ മരിച്ചാലും അത് നിത്യതയോളം യെസ് ആമേൻ നമ്മൾ വേറൊരു മണ്ഡലത്തിലായിരിക്കുമ്പോൾ യെസ് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രാപിക്കുന്ന അതേ ക്വാളിറ്റി യെസ് ആമേൻ അന്നും നിലനിൽക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. देखिए आत्मा के फल जो है अंत तक हमारे साथ रहता है, वो किसी तरह से नाश नहीं होता है। ये पवित्र आत्मा ये स्वयं हमें बताते हैं, वो बातों को यहाँ पर स्पष्ट रूप से लिखा है। ഹല്ലേലൂയ. യെസ് ഇനി നമുക്ക് യെസ് ഒരു കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് യെസ് ഒരു മണവാട്ടിക്ക് ഈ സൗമ്യതയുടെ ആത്മാവ് അല്ലെങ്കിൽ യെസ് ഹൃദയത്തില് യെസ് ദൈവത്തിനോടുള്ള ഒരു വിധേയത്വം അല്ലെങ്കിൽ അതിന്റെ ആവശ്യം എന്താണ്? യെസ് വേദഭാഗത്തിൽ അല്ലെങ്കിൽ വേദം യെസ് ആമേൻ പരിശുദ്ധാത്മാവിന്റെ യെസ് ആമേൻ ഗൈഡൻസോട് കൂടി വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം. देखिए एक दुल्हन के लिए मन की दीनता या नम्रता क्यों जरूरी है, इस बात को हम वचन में से और गहराई से देखेंगे. നമുക്ക് അതിനു വേണ്ടി യെസ് ഉത്തമഗീതം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. उसके लिए हमें पढ़ना होगा सुलेमान के श्रेष्ठ गीत में से हमें पढ़ना है. 4th आयत में आएंगे. ഉത്തമഗീതം 4:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്റെ പ്രിയെ നീ സുന്ദരി തന്നെ, നിന്റെ മൂടുപടത്തിൻ നടുവേ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെ ഇരിക്കുന്നു, നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടൻ പോലെയാകുന്നു. 4 उसके पहले शब्द में इस तरह से लिखते हैं, मेरे प्रिय तू सुंदर है, तेरी आंखें तेरी लटों के बीच में कबूतरों की सी दिखाई देती हैं, तेरे बाल उन बकरियों के झुंड के समान हैं जो गिलाद पहाड़ के ढलान पर ढाल पर लेटी हुई हो. ഈ വേദഭാഗം നമ്മള് യഥാർത്ഥമായ ഒരു മണവാട്ടിയിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങള് എന്തൊക്കെയാണെന്നാണ് ഈ ഉത്തമഗീതം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാമതായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം മാത്രം നമ്മുടെ ഇന്നത്തെ ചിന്തയുമായി കോർത്തിണക്കി പഠിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. देखिए एक वास्तव में दुल्हन से परमेश्वर प्रभु यीशु मसीह दुल्हा जो है जो क्या चाहता है, इन बातों का वर्णन ये 4th आयत में लिखा है. लेकिन हम उसके पहला ही वचन को हम देख करके फिर वापस अपनी बातों पर आएंगे. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ച
വേദഭാഗങ്ങളില് ഒരു മൂടുപടത്തെ കുറിച്ച് പഠിക്കുന്നു, യെസ് ഒരു കണ്ണിനെ കുറിച്ച് യെസ് കാണുന്നു, ഒരു പ്രാവിനെ കുറിച്ച് കാണുന്നു, ഒരു ഗിലയാദിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു, യെസ് അതുപോലെ യെസ് തലമുടിയുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ യെസ് ആമേൻ, ഇതിനൊക്കെ ഓരോ വാക്കിനും ആത്മീയ മർമ്മം ഒളിഞ്ഞിരിപ്പുണ്ട്, ആത്മീയ അർത്ഥമുണ്ട്. യഥാർത്ഥമായി യെസ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. इस पद के अंदर में जो शब्दों का प्रयोग किया गया है, जैसे आंखें लट्टों के बीच में कबूतरे और बाल बकरियों के झुंड इत्यादि पदों को यहाँ पर लिखा है, इसके सारे अर्थ विशेष रूप से दिया गया है. യെസ് ഇവിടെ യെസ് മണവാട്ടിയുടെ സൗന്ദര്യം യെസ് മണവാളൻ ആഗ്രഹിക്കുന്നത്, മണവാളൻ കാണുന്നത് യെസ് അവിടെ യെസ് ആമേൻ യെസ് ഇതുപോലത്തെ അതായത് മൂടുപടത്തിലാണ്. യെസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നത് മൂടുപടത്തിൻ നടുവേ നിന്റെ കണ്ണ്. യെസ് ആമേൻ. അപ്പോൾ മണവാളൻ യെസ് മണവാട്ടിയുടെ സൗന്ദര്യം കാണുന്നത് അവിടെ കണ്ണിലാണ്. എങ്ങനെയുള്ള കണ്ണില? മൂടുപടമിട്ട ഒരു യെസ് ആമേൻ ഒരു വ്യക്തി അല്ലെങ്കിൽ മൂടുപടം ഇട്ട ഒരു അവസ്ഥയില് മണവാളല്ലേ നോക്കുന്ന യെസ് ആമേൻ ആ ഒരു കണ്ണില, ആ ഒരു നോട്ടത്തില യെസ് അവിടെ സൗന്ദര്യം ഇരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. देखिए जैसा यहाँ पर लिखा है, तेरी आंखें तेरे लटों के बीच में है. वो जो दूल्हा जो है वो चाहता है कि अपने दुल्हन की सुंदरता इस तरह से हो, उसको आंखों में देखते ही उसे वो समझ आता है. हम देखेंगे उसका मकसद क्या है. അതിനുവേണ്ടി 1 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യവും അതിന്റെ 10-ാം വാക്യവും മാത്രം ഞാൻ വായിക്കുന്നു. पहला कुरिन्थी 11 उसके 3 और 10 पढ़ेंगे. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അടുത്ത വാക്യം കൂടെ വായിക്കുന്നു, 4-ാം വാക്യം കൂടെ. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും അവന്റെ തലയെ അപമാനിക്കുന്നു. ഇനി ഞാൻ 10-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ സ്ത്രീക്ക് ദൂതന്മാർ നിമിത്തം തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. उसका 3 और 4 इस तरह से, परंतु मैं चाहता हूं कि तुम जान लो कि हर एक पुरुष का सिर मसीह है और स्त्री का सिर पुरुष है और मसीह का सिर परमेश्वर है. जो पुरुष सिर ढके हुए प्रार्थना या भविष्यवाणी करता है वो अपने सिर का अपमान करता है. 10वें पद में इस तरह से, इसलिए स्वर्गदूतों के कारण स्त्री को उचित है कि अधिकार अपने सर पर रखे. ഇവിടെ 11-ന്റെ 10-ാം വാക്യം ഞാൻ ഇംഗ്ലീഷും കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. Therefore the woman ought to have a symbol of authority on her head because of the angels. ഇവിടെ പറയുന്ന ഈ കാര്യം യെസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. യെസ് നമ്മള് യെസ് വചനത്തില് യെസ് ആഴത്തില് യെസ് അറിവ് ഉള്ളവരായിരിക്കുന്നതുകൊണ്ട് യെസ് ഞാൻ ഇത് ഫർദറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നത്തെ വചനവുമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം മാത്രം യെസ് എടുത്ത് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മൂടുപടത്തെ കുറിച്ച് പറയുന്നത്, മൂടുപടം സിംബലൈസ് ചെയ്യുന്നത് യെസ് നമ്മൾ ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ യെസ് നമ്മള് ഒരാളുടെ യെസ് അണ്ടറിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ യെസ് നമ്മുടെ മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടെന്നുള്ളതാണ് യെസ് ഇവിടെ മൂടുപടം കാണിക്കുന്നത്. देखिए यहाँ सर ढकने का ये मतलब है, वो व्यक्ति जो सर ढकता है वो किसी के अधीनता में रहता है, उसके ऊपर में किसी का अधिकार है. ये बात इस वचन के द्वारा प्रकट होता है. ആമേൻ, ഹല്ലേലൂയ. യെസ് ആ ഒരു യെസ് ആമേൻ കാഴ്ചപ്പാടില് യെസ് നമുക്ക് ഉത്തമ ഗീതത്തിലോട്ട് മടങ്ങി വന്നാല് യെസ് ഇവിടെ കാണുന്നത് നിന്റെ മൂടുപടത്തിന്റെ നടുവേ നിന്റെ കണ്ണ്. അതായത് യെസ് ആമേൻ യെസ് ദൈവത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്ന, ദൈവത്തിൽ താണിരിക്കുന്ന യെസ് ആമേൻ യഥാർത്ഥമായി യെസ് ആമേൻ ഒരു സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ യെസ് ആമേൻ ദൈവത്തോട് യെസ് ആമേൻ കീഴ്പ്പെടുവാൻ പറ്റത്തുള്ളൂ. അത് യെസ് മനുഷ്യ യഥാർത്ഥമായ ഒരു ഇവിടുത്തെ കുടുംബജീവിതത്തിലാണെങ്കിലും സ്വർഗ്ഗ വരുവാനുള്ള ആ നിത്യതയുടെ ആ ഒരു ഒരു സഭയിൽ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലാണെങ്കിലും യഥാർത്ഥമായി ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഒരു മൂടുപടമിട്ട ഒരു കന്യകയാണ് ദൈവം നമ്മളിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഒരു സൗമ്യതയും സാവധാനതയുമുള്ള ആത്മാവിന്റെ ബലമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിപ്പാൻ അല്ലെങ്കിൽ ആ അതോറിറ്റി കീഴിലായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയത്തുള്ളൂ. देखिए जैसा एक दूल्हा चाहता है कि अपनी दुल्हन अपने सर ढके रहे,
वो इसका अर्थ ये दिखाता है कि उसके अधीन रहता है दूल्हे का। वैसे ही पारिवारिक जीवन में भी क्यों ना हो, पत्नी पति के अधीन में रहना ये जरूरी है। उसके लिए एक मन ऐसा होना चाहिए कि दीनता उसके जिंदगी में हो, नम्रता के साथ अपने आप को अपने पति के नीचे जैसा बनाए रखता है, वैसा परमेश्वर के सम्मुख एक भक्त जो है, एक व्यक्ति परमेश्वर के सम्मुख अपने आप को नम्र नहीं करता है, दीनता से नहीं बना रहता है, उसके लिए परमेश्वर नहीं चाहता है ऐसा। ये चाहता है कि हम उसके अधीनता में रहे। ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി സൗമ്യതയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാവധാനതയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സമർപ്പണ മനോഭാവം എല്ലാ തരത്തിലും പുറമേ കാണുന്നതല്ല, പുറമേ ഉള്ള നമ്മുടെ കാട്ടിക്കൂട്ടലുകളല്ല, അവിടെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ തലമുടി പിന്നുന്നതിലോ വലിയ വില കൂടിയ വസ്ത്രം ധരിക്കുന്നതല്ല. ദൈവം നമ്മുടെ ഹൃദയത്തെയാ നോക്കുന്നത്, നമ്മുടെ സമർപ്പണത്തെയാ നോക്കുന്നത്. യഥാർത്ഥമായ മണവാട്ടിയുടെ സൗന്ദര്യം അവൻ കാണണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടത് ഒരു സൗമ്യതയുടെയും സാവധാനതയുടെയും ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് ദൈവം നൽകി നമ്മളെ സൗന്ദര്യമുള്ളവരാക്കി തീർക്കും. इसलिए मेरे प्यारो, आज हमारे ये जरूरी है कि हम ऐसा प्रार्थना करें, प्रभु ऐसे एक मन मुझे दे, बड़ा नम्रता और दीनता के साथ मैं आपके सामने ठहरे रहूं, इस तरह के एक वरदान मुझे प्राप्त हो। इसके लिए हमें प्रार्थना करना है, तब जाकर के हम परमेश्वर के सम्मुख ऐसा एक जीवन बिता सकेंगे। वैसा बाहरी बातों को दिखावा के तौर पे नहीं, हमारे अंदरूनी आत्मा में परमेश्वर के सम्मुख अपने नम्रता को बनाए रखे, कायम रखे। इसके लिए प्रभु हमें मदद करे। ഹല്ലേലൂയ. ഇവിടെ തന്നെ ഈ വേദഭാഗങ്ങളിൽ ഒരു കാര്യം കാണുന്നു, ഒരു കണ്ണിനെ കുറിച്ച് പറയുന്നു, ഒരു പ്രാവിനെ കുറിച്ച് പറയുന്നു. और ये श्रेष्ठ गीत में हमने जो पादों को पढ़ा, वहां पर आंखों के विषय में कहते हैं और कबूतरों के विषय में बताते हैं. ഹല്ലേലൂയ. അതെ, ഇങ്ങനെ മൂടുപടത്തിന്റെ കീഴെ ഇരിക്കുന്ന ഈ കന്യക ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ കാര്യത്തിനും, അതെ 121 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അവിടെ വലുതും ചെറുതുമായ എല്ലാ കാര്യത്തിനും അവൾ ആ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്ന്, ദൈവമേ ഇന്ന കാര്യം എന്താ ചെയ്യേണ്ടത്, ഇന്ന കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ഓരോ വലുതും ചെറുതുമായ ആത്മീയവും ഭൗതികവുമായ അവിടെ സകല കാര്യങ്ങളും ആ പിതാവിനോട് ചോദിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എപ്പോഴും യേശുവിൽ നോക്കിയിരിക്കുന്ന, യേശുവിൽ ഹല്ലേലൂയ മണവാളന്റെ സൗന്ദര്യം കാണുന്ന, മണവാളനെ റെസ്പെക്ട് ചെയ്യുന്ന, മണവാളനോട് ആലോചന ചോദിക്കുന്ന ഒരു കണ്ണുണ്ടല്ലോ. ആ കണ്ണാണ് ഇവിടെ പറയുന്ന ഈ ഒരു മൂടുപടത്തിന്റെ നടുവെയുള്ള കണ്ണ്. देखिए, यहाँ पर जो आंखें के बारे में बताते हैं, अपने घूंघट के नीचे से अंदर से वो आंखें उस अपने दुल्हा के ऊपर वो ताकते हैं, देखते हैं। जैसा भजन संहिता 151 में 21 में हम जैसा पढ़ते हैं, मैं अपनी आंखें मेरी सहायता देने वाले पर्वत की ओर उठाऊंगा, वैसा वो पर्वत की ओर ऐसा आंखें उठाकर उसके हर बार इंतजार, उनकी जरूरतों की क्यों ना हो, उनकी आशंकाओं की क्यों ना, उनके हर एक बातों का उसकी जरूरत के लिए अपने दूल्हा के पास अपने आंखें उठाने वाले एक व्यक्ति के बारे में हम देखते हैं. ഹല്ലേലൂയ. ഇവിടെ പിന്നെ ഒരു കാര്യം പറയുന്നത് പ്രാവിനെ കുറിച്ചാണ്. അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. അതെ, ഈ മൂടുപടത്തിന് നടുവേ മൂടുപടമിട്ട് യേശുവിനെ നോക്കുന്ന ആ ഒരു കന്യകയുണ്ടല്ലോ, അവളിൽ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. അഭിഷേകമുള്ള ആത്മാവിനാൽ നടത്തപ്പെടുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചതാണ്. ആത്മാവ് നടത്തപ്പെടുന്ന ഒരു കന്യകയാണ് ദൈവത്തിന് ആഗ്രഹം. और यहाँ पर कबूतर शब्द इस्तेमाल किया है, इसका एक मकसद ये है कि ये पवित्र आत्मा को दिखाता है कबूतरों को, और उसकी आंखें जैसा पवित्र आत्मा की ओर बढ़ाते हैं, और पवित्र आत्मा की सहायता से वो अपनी बातें परमेश्वर की ओर बढ़ाते हुए, ऐसा एक कन्या है जो प्रभु यीशु मसीह के इंतजार में अपनी मंडली कलीसिया. ഓക്കെ, ഇങ്ങനെ മൂടുപടമിട്ട് കാന്തനെ നോക്കുന്ന ആത്മാവുള്ള കന്യയ്ക്ക് ചില പ്രത്യേകതയുണ്ട്. അതാണ് ഇവിടെ ഗിലെയാദിനെ കുറിച്ചും അവിടെ തലമുടിയെ കുറിച്ചും പറയുന്നത്.
और इस तरह से सिर ढके हुए, घूंघट गाड़े हुए जो कन्या हैं, उनकी कुछ विशेषताएं हैं, वो यहाँ पर 2 शब्दों में और प्रकट करते हैं। गिलाद के विषय में बताते हैं और बकरियों के विषय में बताते हैं। ഹല്ലേലൂയ. യെസ് ആമേൻ. നമ്മൾ സങ്കീർത്തന വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്, ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെ എനിക്കുള്ളത്. യെസ് യെസ് ആമേൻ, ആ ഒരു വാക്യം യെസ് നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. യെസ്, ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവവചനത്തിന്റെ മർമ്മം ഇതാണ്. യെസ്, മൂടുപടമിട്ട് യെസ് ആമേൻ എപ്പോഴും യേശുവിൽ യെസ് ആമേൻ യെസ് നോട്ടം ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? യെസ്, എങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ഒരു തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതൊന്ന് താഴെ വീഴണമെങ്കിൽ യെസ് നാഥന്റെ പെർമിഷൻ ആവശ്യമാ. ഹല്ലേലൂയ. കാരണം യെസ് ഹല്ലേലൂയ, യെസ് നിങ്ങളുടെ തലമുടി പോലും യെസ് ഒരു പക്ഷെ അത് ലിറ്ററലി തന്നെ ഇങ്ങനെ ആയിരിക്കും. യെസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് സംഭവിക്കണമെങ്കിൽ പിതാവിന്റെ പെർമിഷൻ വേണം. കാരണം യെസ് അവൻ ആഗ്രഹിക്കുന്ന, അവൻ യഥാർത്ഥമായി ഡിസേർവ് ചെയ്യുന്ന യെസ് അവന്റെ മണവാട്ടിയാണ് നിങ്ങൾ. യെസ് ആമേൻ. അപ്പോൾ നിങ്ങളുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കും. അതാണ് യഥാർത്ഥമായ പ്രൊട്ടക്ഷൻ. അതാണ് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ്. ഹല്ലേലൂയ. അതെ, യെസ് ആമേൻ. തലമുടി പോലും യെസ് ആമേൻ വാല്യുബിളായ അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോ മനസ്സിലായ മൂടുപടമിടുന്നതിന്റെ ശക്തി യെസ് ആമേൻ നമ്മൾ പുറമെ കാട്ടിക്കൂട്ടുന്ന മിടുക്കല്ല. യെസ് ആമേൻ. പകരം യെസ് ആമേൻ യെസ് യേശുവിൽ ഇരിക്കുന്ന യെസ് ആത്മാവിന്റെ അവസ്ഥയാണ് യഥാർത്ഥമായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു യെസ് ആമേൻ ഒരു കന്യകയുടെ, ദൈവത്തിന്റെ കന്യകയുടെ മണവാട്ടിയുടെ ഗുണം. ഹല്ലേലൂയ. देखिए, भजन संहिता में इस तरह से हम पढ़ते हैं, गिलाद मेरा है। इसका मतलब यह है, अगर जो इस कन्या जो है अपने सरों को ढा करके परमेश्वर की ओर ताकता है, तो इस कन्या के हर एक बातों का उत्तरदायी परमेश्वर है। वचन में इस तरह से लिखा गया, तुम्हारे सर का एक बाल भी नीचे मेरे जानते हुए जाने बिना नीचे नहीं गिरेगा, इस तरह से लिखा है। इसका मतलब यह है, ये जो परमेश्वर के ओर ताकने वाले कन्या जो है, अपना दुल्हन मंडली जो है, उसका हर एक बात का जिम्मेदारी परमेश्वर का है। हमारी सुरक्षा और रक्षा परमेश्वर की ओर से हमें मिलती है। ഹല്ലേലൂയ. യെസ് പ്രിയ ദൈവമക്കളെ, യെസ് നമുക്ക് യെസ് ഇങ്ങനൊക്കെ ആയിത്തീരണമെങ്കിൽ യെസ് നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം പോരാ. യെസ് നമ്മുടെ പല സമ്പ്രദായങ്ങളും, നമ്മുടെ പല പ്രാർത്ഥനകളും, നമ്മുടെ പല യെസ് ആമേൻ അണ്ടർസ്റ്റാൻഡിങ്ങുകളും യെസ് ആമേൻ യെസ് പരിശുദ്ധാത്മാവിനാല് വചനത്താല് ഒന്നുകൂടെ ഒന്ന് ശോധന കഴിച്ച് യെസ് കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തില് ആകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യെസ് യെസ് ഇനിയുള്ള കാര്യങ്ങള് അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. देखिए, यदि ऐसा है तो इस बात वचन के आधार पर मैं आपको बताना चाहूंगा, हमारे सोच जो अभी हमारे मन में है उसका बदलना जरूरी है। हमारे विचार परमेश्वर के संगति में या परमेश्वर की उपस्थिति में हमारे जिंदगी कैसा बिताना है, हमारे आत्मिक जीवन को कैसे बनाना है, इसे हमें दोबारा सोचना होगा। उसके लिए कुछ पदों को हम फिर से देखेंगे। നമുക്കറിയാം യെസ് പൗലോസ് അപ്പോസ്തലൻ, അതുപോലെ പഴയ നിയമത്തിൽ മോശ, അവർക്കൊക്കെ യെസ് ഭൗതികമായി യെസ് വളരെ ഉയർന്ന നിലയിലായിരുന്നു. ഉയർന്ന ഭൗതികമായി വളരെ യെസ് ചാൻസുകൾ ഉള്ളതായിരുന്നു. എങ്കിലും അവരതൊക്കെ ചപ്പന്നും ചവറന്നും എണ്ണി യെസ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്തതിന്റെ പുറകിൽ ചില മർമ്മങ്ങളുണ്ട്. ആ മർമ്മം നമുക്കും ആപ്ലിക്കബിൾ ആണ്. ആ കാര്യം യെസ് ആമേൻ നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിച്ച് ഞാൻ എന്റെ വേദഭാഗത്ത് നിന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. देखिए, हम जब वचन में देखते हैं, संत पौलुस के समान अन्य और लोग हैं जिनका जिंदगी में बहुत ही अच्छी अवस्था उनके जिंदगी में थे। अगर यदि चाहे तो बहुत ऊंचे लेवल के स्तर के जीवन वो लोग बिता सकते थे, लेकिन उन्होंने वो सब छोड़ करके प्रभु मसीह के साथ दुख उठाने के लिए क्यों तय किया है, इस बात को हम देखेंगे। നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. एफेसियों के खत उसके पहले आयत उसके 1 से लेकर 15 से लेकर के 18 तक हम पढ़ के देखेंगे। इस कारण मैं भी उस विश्वास का समाचार सुनकर जो तुम लोगों में प्रभु यीशु मसीह पर है और सब पवित्र लोगों पर प्रकट है,
तुम्हारे लिए धन्यवाद करना नहीं छोड़ता और अपने प्रार्थनाओं में तुम्हें स्मरण किया करता हूँ कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपने पहचान में ज्ञान और प्रकाश की आत्मा दे और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि उसकी बुलाहट की आशा क्या है और बहुत लोगों में उसकी मिरास की महिमा का धन कैसा है। അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തില് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്തിൽ വ്യാപാരത്തിൽ വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യെസ്, ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥന കണ്ടോ? യെസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ്. യെസ്, നമ്മളോട് ഓരോരുത്തരോടും യെസ് പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്ന യെസ് ചില പ്രാർത്ഥനാ വിഷയങ്ങളാണ്. യെസ്, ആത്മീയ മർമ്മങ്ങളാണ്. യെസ്, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്. യെസ്, ദൈവമേ എനിക്കൊരു യെസ് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. യെസ്, ദൈവമേ എനിക്ക് യെസ് ഒരു ജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. എനിക്ക് യെസ് വെളിപ്പാടിന്റെ ആത്മാവിനെ നൽകണമേ. യെസ് ആമേൻ, ഹല്ലേലൂയ. അതുപോലെ യെസ് ഇവിടെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമേ. ഹല്ലേലൂയ. യെസ് യെസ് പിന്നെയും എഴുതിയിരിക്കുന്നു, യെസ് ആമേൻ, ഹല്ലേലൂയ. അതെ, യെസ് എന്നെ വിളിച്ചത് എന്തിനാ? എന്റെ യെസ് വിളിയുടെ യെസ് ആശ എന്താ? അതിന്റെ പ്രത്യാശ എന്താ? എന്നുള്ള കാര്യങ്ങള് യെസ് ആമേൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? യെസ്, പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരും ചോദിക്കുന്നതാണ്, ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? देखिए आजकल हमारे प्रार्थना कैसा है, इस बात को आज पवित्र आत्मा हमें याद दिलाता है। क्या हमारी प्रार्थना के अंदर में इस तरह की बातें जहां हमने यहाँ पर पढ़ा है, क्या हम इस तरह से कभी प्रार्थना करते हैं, प्रभु मुझे ज्ञान का आत्मा दे या प्रकाशन की आत्मा दे, या तुम मेरे जो आंखें हैं वो ज्योतिर्मय हो जाए, मैं प्रभु के सामर्थ्य को पहचान सकेंगे। इस तरह की पवित्र आत्मा की बातों के जुड़े हुए प्रार्थना हमारे आजकल है या नहीं, इस बात को हमें समझना होगा। ഹല്ലേലൂയ. ഇവിടെ യെസ് ആമേൻ പൗലോസ് എഴുതിയിരിക്കുന്ന അവന്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെതായ യെസ് 1-2 പോയിന്റുകൾ യെസ് ഞാൻ 3-5-6 പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ഓടിച്ചു വായിച്ചിട്ട് യെസ് ആമേൻ വചനത്തിൽ നിന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് അതെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. ദൈവമേ എനിക്കൊരു യെസ് ആമേൻ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകണമേ. അത് യഥാർത്ഥമായ യെസ് എന്താണ് എന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് യെസ് നമ്മളൊരു ഹൃദയ വെളിപ്പാട് വേണം. യെസ് ആമേൻ, ഹല്ലേലൂയ. യെസ് ഒരു ജ്ഞാനത്തെ കുറിച്ചുള്ള വെളിപ്പാട്, യെസ് യഥാർത്ഥമായ, പിന്നെ അതുപോലെ വെളിപ്പാടിന്റെ ആത്മാവ്, യെസ് അതുപോലെ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. യെസ് നമ്മുടെ ആശ എന്താണെന്ന് നമുക്ക് അറിയണം. അതുപോലെ യെസ് ആമേൻ നമ്മുടെ യെസ് ആമേൻ ഇൻഹെറിറ്റൻസ് യെസ് നമുക്ക് അവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയണം. യെസ് അതുപോലെ യെസ് ആത്മാവിന്റെ അത്യന്തിക ശക്തി എന്താണെന്ന് അറിയണം. ഈ കാര്യങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി ഓരോ വ്യക്തി ജീവിതങ്ങളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് അത് പ്രകാശിപ്പിക്കും, പരിശുദ്ധാത്മാവ് അത് നൽകും. യെസ് ആമേൻ, ഹല്ലേലൂയ. യെസ് ഇങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. देखिए इन दिनों में हमारी प्रार्थना में ये बातें जरूरी हैं कि हम परमेश्वर से ये प्रार्थना करें, प्रभु तू मुझे ऐसे ज्ञान की आत्मा से भर दे कि मैं समझ लूं कि तू मेरे बारे में क्या विचार करते हैं, सोचते हैं, और तू मुझे क्यों बुलाया है, उस बुलाहट की आशा क्या है, और उस पवित्र लोगों के साथ में मेरी महिमा का कैसा धन है, क्या मिरास मेरे लिए रखा गया है। ये सारी चीजें अगर हमें मालूम पड़ जाए और हमारी प्रार्थना इस तरह से हो जाए तो जरूर हमारी जिंदगी में एक अलग बदलाहट जरूर दिखाई देगा।
ഹല്ലേലൂയ. യെസ് പ്രിയ ദൈവമക്കളെ, നമ്മള് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ യേശാമൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ അതുപോലെ നിർഭാഗ്യവശാൽ ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൽ ഒടുങ്ങുന്ന കാര്യമല്ലേ. നമ്മുടെ സകല പ്രാർത്ഥനയിലും അതെ പരിശുദ്ധാത്മ വ്യക്തമായി ആഗ്രഹിക്കുന്ന ആ പ്രാർത്ഥനയുടെ പാറ്റേൺ ഒന്ന് മാറ്റണം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആത്മാവിന്റെ ഒരു ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, ആത്മീയമായ വർധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വായിൽ വരുന്നത് അത് നമ്മുടെ കുറ്റമായിട്ടല്ല, നമ്മുടെ പ്രാക്ടീസ് ആണ്. നമ്മളത് ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജോലി സ്ഥാനത്തിലെ പെർഫെക്ഷന് വേണ്ടി, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടേതായ സാമ്പത്തിക അവസ്ഥയ്ക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടേതായ ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ ഇനി ഒരു 100 വർഷം കൂടെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാമോ, അതത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് ഈ നശിച്ച ലോകത്തിന് വേണ്ടി തന്നെയല്ലേ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അവരോട് തന്നെ ചോദിക്കും. देखिए हम अपने आप में जांच विचार करें हमारी प्रार्थना क्या है। केवल इस दुनिया की बातों को, इस संसार की बातों के जरूरतों को पूरा करने के लिए हम विनती करते रहते हैं। आप एक खुशी के अच्छी जिंदगी, खुशी की जिंदगी, इसके अलावा क्या है? परमेश्वर के वचन में जो बातें हमारे सामने आज हमने खोल कर देखा है, कभी क्या हमारी प्रार्थना इन बातों की ओर कभी हुई है, या केवल अपने बच्चे, हमारी परेशानी, हमारे रोग दुख संकट मुसीबत इनके छुटकारा के लिए ही हमारी प्रार्थना रुक जाती है, या अन्य इन बातों को इन दिनों में प्रार्थना करने के लिए हमें तैयार होना है। ഹല്ലേലൂയ. യെസ് നമുക്ക് ഹല്ലേലൂയ. യെസ് അപ്പോസ്തലനായ യോഹന്നാന് ഗായോസിനെ കുറിച്ച് ലേഖനം എഴുതുമ്പോൾ ഗായോസിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ പാറ്റേൺ ഞാൻ ഇങ്ങനെ വായിച്ചായിരുന്നു. അതിങ്ങനെയാണ്. 3 യോഹന്നാന് ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ: മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ട ദൈവമക്കളെ, യഥാർത്ഥമായ ദൈവത്തിന്റെ ദാസന്മാർ, അപ്പോസ്തലന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പാറ്റേൺ ഇങ്ങനെയാ. ആദ്യം ആത്മാവിന്റെ പെർഫെക്ഷൻ ആയിരിക്കട്ടെ, ആദ്യം നിത്യരാജ്യത്തിന്റെ കാര്യമായിരിക്കട്ടെ. അത് ഓക്കെ ആണെങ്കിൽ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ നോട്ടം, നമ്മുടെ ഇടപാട്, നമ്മുടെ പ്രവർത്തനങ്ങൾ മൊത്തം ഈ ലോകത്തിലെ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കുക. അതിനുശേഷം മറ്റേത് ഒന്ന് ബന്ധക്കോസ്തരായതുകൊണ്ട് അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വലിയ കാര്യം തന്നെ. പക്ഷേ അതൊന്നും പോരാ. അത് നമ്മൾ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു, കാഴ്ചപ്പാട് ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായ ഹല്ലേലൂയ മോശയ്ക്കും ഹല്ലേലൂയ പൗലോസിനും ചപ്പെന്നും ചവറെന്നും ഫീൽ ചെയ്ത കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയും പോരാടുകയും വാദിക്കുകയും പണിയുകയും സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രശ്നമില്ലേ? നമ്മുടെ സമ്പ്രദായത്തില് മാറ്റം വരുത്തേണ്ടതായ കാര്യമില്ലേ? പരിശുദ്ധാത്മാവിന് വ്യക്തമായി നമ്മളോട് അതാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമ്പ്രദായത്തിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സന്നിധി, പരിശുദ്ധാത്മാവ് നമ്മുടെ സന്നിധി നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്തേ പറ്റൂ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ാണ് ഈ ദിവസങ്ങളിൽ ദൈവമേ എന്റെ കണ്ണ് തുറക്കണമേ, ദൈവമേ എന്റെ കാഴ്ചപ്പാട് മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി ഓരോരുത്തരും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം യഥാർത്ഥമായ മൂടുപടത്തോടുകൂടി യഥാർത്ഥമായ ഒരു കന്യകയുടെ ലക്ഷണത്തോടുകൂടി നിങ്ങളെ നിത്യജീവനിലേക്ക് ഒരുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഇരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകും. देखिए, हम यूहन्ना की 3 पत्री में जब पढ़ते हैं, वो अपने इस तरह से मुझे प्राचीन की ओर से प्रिय गायोस के विषय में वो कहता है, प्रिय ये मेरी प्रार्थना है कि जैसे तू आत्मिक उन्नति कर रहा है वैसे ही तू सब बातों में उन्नति करे और भला चंगा रहे। ये देखो, पहले आत्मिक बातों के लिए वो प्रार्थना करता है, लेकिन हमारे परंपरा क्या है? हम तो केवल हमारे शारीरिक बातों के लिए, इस संसार की बातों के लिए हमारी प्रार्थना रुक जाती है। कभी कभी पवित्र आत्मा के वरदान के लिए प्रार्थना करते हैं, ये अच्छी बात है, लेकिन यहाँ पर हमें उससे संतुष्टि पाना जरूर काफी नहीं है। हमें तो प्रार्थना उस तरह से करना है, आत्मा की भरपूरी के लिए, आत्मा के वो प्रकाशन के लिए,
हम ज्ञान के लिए प्रार्थना करना, ऐसा संत पौलुस ने कहा था। तब जाकर के हम उनके समान अपने जीवन में इस संसार की बातों को कूड़ा समझ करके उस महाधन जो हमारे लिए मिरास जो रखा गया है, उसके लिए हमारे दौड़ने का हिम्मत हमें होगा। और वो घूंघट से कड़े हुए उस कन्या के समान प्रभु यीशु मसीह के लिए हमें अपने आप को पूरी तरह से अधीनता में रख करके हमारे मसीह जीवन आगे बढ़ाए, और इंतजार के साथ, प्रभु यीशु मसीह के आने के इंतजार के साथ, हमारे जो परमेश्वर के साथ में जो मिलन है उसकी आशा में अपने जीवन बनाए रखे। पवित्रता में आगे बढ़ने के लिए हम अपने आप को समर्पण करें। इन बातों के द्वारा मैं अपने बातें यहाँ समाप्त करना चाहूंगा। प्रभु इन वचनों के द्वारा में आशीष दे।